രാകേഷ്, ഇതോടൊപ്പം ഈ ആഭ്യന്തര കലഹം വർദ്ധിക്കുന്നു എന്ന അഭ്യൂഹങ്ങൾക്കൊക്കെ ഇടയിൽ പഞ്ചാബിലെ രാഷ്ട്രീയ നീക്കങ്ങളും വളരെ ശ്രദ്ധേയമാവുന്ന ഒരു സമയമാണ്. ആം ആദ്മി MLA-മാരുമായി ഇന്ന് കേജ്രിവാൾ ചർച്ച നടത്തുന്നുണ്ടല്ലോ. ഈ ആം ആദ്മി പാർട്ടി കോൺഗ്രസ് ആം ആദ്മി ചർച്ച നടക്കുന്നു. ആ തരത്തിലുള്ള അഭ്യൂഹങ്ങളൊക്കെ ഇപ്പോൾ അവിടെ തള്ളുകയാണോ? ഈ ഭഗവന്ത് മാനിന്റെ കാര്യത്തിൽ ഇപ്പോൾ എന്ത് തീരുമാനമാണ് ഉണ്ടാവാൻ പോകുന്നത്? ഭഗവന്ത് മാനിനെതിരെയാണ് ഈ മുന നീളുന്നത്, അല്ലെങ്കിൽ ഇതിന്റെയൊക്കെ ആത്യന്തികമായ ലക്ഷ്യം ഭഗവന്ത് മാനാണ് എന്നൊരു അഭ്യൂഹം, അല്ലെങ്കിൽ ആ പ്രചാരണത്തെ എങ്ങനെയാണ് കോൺഗ്രസും BJP-യും ഒക്കെ കാണുന്നത്? കോൺഗ്രസ് ആണ് ഏതായാലും ഈ വിഷയത്തെ വലിയ ആയുധമാക്കുന്നത്, ശ്രീജ. കാരണം ഡൽഹിയിലെ പരാജയം അത് യഥാർത്ഥത്തിൽ പഞ്ചാബ് കോൺഗ്രസ് ആണ് വലിയ രീതിയിൽ ആയുധമാക്കുന്നത്. അതായത് 30 MLA-മാർ പാർട്ടിയിൽ ചേരാൻ അല്ലെങ്കിൽ ആശയവിനിമയം നടത്തുന്നുവെന്ന അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് പ്രതിപക്ഷ നേതാവായ പ്രതാപ് സിംഗ് ബാജ്വയാണ് രംഗത്തെത്തിയത്. പഞ്ചാബ് ആം ആദ്മി പാർട്ടിയിൽ പ്രശ്നങ്ങൾ ഉണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. പക്ഷേ അത് പരമാവധി മുതലാക്കുക എന്ന ലക്ഷ്യം കോൺഗ്രസിനുണ്ട്. ഏതായാലും ഈ വാദങ്ങളൊക്കെ തന്നെ ആം ആദ്മി പാർട്ടി ഈ ഘട്ടത്തിൽ തള്ളിക്കളയുന്നുണ്ട്. പകരം ആം ആദ്മി പാർട്ടി ഇപ്പോൾ വിശദീകരിക്കുന്ന ഒന്ന്, പഞ്ചാബിലെ MLA-മാരും മുഖ്യമന്ത്രിയും മന്ത്രിമാരൊക്കെ തന്നെ ആഴ്ചകളോളം ഡൽഹിയിൽ ക്യാമ്പയിൻ നടത്തിയതാണ്. 70 മണ്ഡലങ്ങളിൽ 40 മണ്ഡലങ്ങളിലെങ്കിലും ഈ MLA-മാരൊക്കെ തന്നെ പ്രചാരണം നടത്തിയിട്ടുണ്ട്. അപ്പോൾ അവരുടെ അഭിപ്രായങ്ങൾ കൂടി കേൾക്കുക. കൂടാതെ പഞ്ചാബിൽ തെരഞ്ഞെടുപ്പാണ് 3 വർഷം കഴിഞ്ഞാൽ. ഡൽഹിയിൽ ഭരണം നഷ്ടപ്പെട്ടു. ഈ ഒരു സാഹചര്യത്തിൽ പഞ്ചാബിലെ ഭരണം എങ്ങനെ മികവുറ്റതാക്കാം, തെരഞ്ഞെടുപ്പിലേക്കുള്ള തന്ത്രങ്ങൾ എങ്ങനെ ചർച്ച ചെയ്യാം, അതിനുവേണ്ടിയാണ് ഈ യോഗം വിളിച്ചിരിക്കുന്നത്. അതൊരു സംഘടനാപരമായ യോഗം മാത്രമാണ് എന്ന വിശദീകരണമാണ് ആം ആദ്മി പാർട്ടി നൽകുന്നത്. അപ്പോൾ പോലും ഇന്നത്തെ യോഗത്തിൽ എത്ര ഈ ദിവസം തുടർന്നും ഈ വിഷയം ചർച്ച ചെയ്യേണ്ടി വരും. ഡൽഹിക്ക് പിന്നാലെ പഞ്ചാബിനും ആം ആദ്മി പാർട്ടിക്ക് തിരിച്ചടി ഉണ്ടാകുമോ എന്ന ആശങ്ക നിലനിൽക്കുന്നതിനിടെയാണ് കേജ്രിവാൾ MLA-മാരുമായി കൂടിക്കാഴ്ച നടത്തുന്നത്. ഏത് തരത്തിൽ അവിടെ ഒരു പ്രശ്നപരിഹാരം അല്ലെങ്കിൽ അവിടുത്തെ അതൃപ്തി എങ്ങനെ പരിഹരിക്കാമെന്നതായിരിക്കും പ്രധാന ആലോചന. പഞ്ചാബിലും മണിപ്പൂരിലുമൊക്കെ ഇത്തരം ആലോചനകൾ പുരോഗമിക്കുന്നു. ഈ പാതിവില തട്ടിപ്പ് എങ്ങോട്ടാണ് പോകുന്നത്, അതിന്റെ വ്യാപ്തി എവിടെ വരെ എത്തുന്നു, അന്വേഷണം എങ്ങനെ പോകുന്നു, ഇങ്ങനെ പലവിധ വാർത്തകൾ ഈ ദിവസം മുഴുവൻ ഫോളോ ചെയ്യാനുണ്ട്. ആ വാർത്തകളുടെ വിശദാംശങ്ങളും വിശകലനങ്ങളുമായി ന്യൂസ് ട്രെൻഡ്സിൽ TG സജിത് ചേരും. രാവിലെ പൂർണ്ണമാവുകയാണ്. വീണ്ടും നാളെ കാണാം.